അമ്മയാ മോക്ക് വാരി തന്നിരുന്ന. അമ്മ മോളെ നോക്കിയിരുന്നേ? അല്ല അമ്മേ, ഞാൻ ഇപ്പോഴല്ലേ അമ്മയെ കാണാൻ തുടങ്ങിയത്. അമ്മ ഇപ്പോഴല്ലേ എന്റെ അടുത്തേക്ക് വന്നത്. നീ ഇപ്പൊ ഒരു മനസ്താപവും ഇല്ലാതെ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കിയിട്ട് മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടുവാ. ചെല്ലുമോളെ. പിന്നെ രണ്ടാളും പോകുന്ന വഴിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഇതിവിടെ തീർന്നു, കേട്ടല്ലോ? ചെല്ല്. പോയിട്ട് വരാം. ഡയറക്ടർ സാറിന്റെ അഭിപ്രായം അതാ. സാറിന്റെ മാത്രമല്ല, നമ്മുടെ പടവുമായി സഹകരിക്കുന്ന ഒരുവിധ എല്ലാ ആളുകളുടെയും അഭിപ്രായം ഇത് തന്നെയാണ് മാഡം. ഈ പടത്തിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ അധികാരമുള്ളവരെ 2 പേരേ ഉള്ളൂ, ഞാനും എന്റെ ഈ മോളും. ബാക്കി ആരും ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വരണ്ട. അല്ല മാഡം. എടോ, പടം ഓണത്തിന് റിലീസ് ചെയ്യണമെന്നാ ഞങ്ങളുടെ തീരുമാനം. അത് നടത്തി തരേണ്ടതല്ലേ തന്റെ ജോലി. ഓണത്തിന് പടം റിലീസ് ചെയ്യാൻ എന്താ തടസ്സം? അല്ല മാഡം, സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളൊക്കെ ഒരുപാടുള്ളതാ. അതിനിടയ്ക്ക് ക്ലാഷ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എല്ലാവരും പുതുമുഖങ്ങളല്ലേ മാഡം. അങ്ങനെ പുതുമുഖങ്ങൾ അഭിനയിച്ച പടങ്ങൾ ഇൻഡസ്ട്രിയിൽ ഹിറ്റായിട്ടില്ലേ? ഇവിടെയെന്നല്ല, പല ഇൻഡസ്ട്രിയിലും ഉണ്ട് മാഡം. നമ്മുടെ സിനിമയുടെ കാര്യത്തില് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അയ്യോ ഉണ്ട് മാഡം. നമ്മുടെ പടം സൂപ്പർ ഹിറ്റായിരിക്കും. പിന്നെ എന്താടോ താൻ ഈ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം? ഡോ, ഇനി ആര് തന്നോട് ഈ സംശയം ചോദിച്ചാലും ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്ക്, ഈ സിനിമ ഓണത്തിന് തിയേറ്ററിൽ ഇറങ്ങിയിരിക്കും. ഈ ചിന്തയൊക്കെ അവസാനിപ്പിച്ചിട്ട് പടത്തിന്റെ പ്രമോഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേ. മാഡം, പ്രമോഷനൊക്കെ ഇപ്പൊ വേറെ രീതിയിലാ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യാന്ന് വെച്ചാ അത്ര എളുപ്പമല്ല. അതിനു പറ്റിയ ആളെ കണ്ടെത്തണം, അവരെ ആ ജോലി ഏൽപ്പിക്കണം. അതെന്താന്ന് വെച്ചാ ചെയ്യേ. മാഡം, ഇനിയിപ്പോ ഇവിടുന്നൊരു മൂവിംഗ് ഫണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഫണ്ട് ഫണ്ടെന്നും പറഞ്ഞ് ഇയാളങ്ങ് വാ പൊളിച്ചോളൂ. ഡോ, ഇതിനൊരു ഒടുക്കമില്ലേ? ഒരു 10 പടം പിടിക്കാനുള്ള കാശ് ഇപ്പൊ തന്നെ ചെലവാക്കിയിട്ടുണ്ടല്ലോ. കാശ് ചെലവായ വഴി അറിഞ്ഞാലേ വേറെ ആരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ല. ഡോ, താനെന്തോന്നാ ഇപ്പൊ വെറുക്കുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. ഒന്നുമില്ല മാഡം. ഓണമായാലും വിഷു ആയാലും പടത്തിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്താലേ പറ്റൂ. അതിനെപ്പറ്റി പറഞ്ഞതാ മാഡം. എന്നാലേ താൻ ചെല്ല്, അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ നോക്ക്. ശരി മാഡം. പോവാം. അല്ലടി മോളെ, ഈ ഓണത്തിന് പടം ഇറക്കിയ തട്ടുകേട് എന്തെങ്കിലും വരുവോ? മുത്തശ്ശി, ഇപ്പൊ ഇങ്ങനെ സ്റ്റാറുകൾ വേണമെന്നൊന്നും ഇല്ല. പടം കൊള്ളാങ്കി പുതുമുഖങ്ങൾ അഭിനയിച്ചാലും ആളുകൾ കയറി കാണും. എത്രയോ ഉദാഹരണങ്ങൾ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാരൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴാ കുഴപ്പം. പിന്നെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് മുത്തശ്ശി. ഈ നമ്മുടെ കൂടെ നിന്ന് പണിയെടുത്തവരുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാനുള്ള പണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ വേറൊന്നുമല്ല, നമുക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തെന്നൊക്കെ ഇവന്മാര് നാട്ടി പറഞ്ഞുകൊണ്ട് നടക്കും. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് കലിയാവും. നമുക്ക് ഒരുത്തന്റെ സഹായം വേണ്ട, അല്ലാതെ നിൽക്കാനേ നമുക്കറിയാം. ക്യാഷ് എല്ലാം പേ ചെയ്തു ഡോക്ടർ. ഗുഡ്. ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഞാൻ നോക്കിയിരുന്നു. മുത്തശ്ശിക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കുറച്ചു കാലം സ്ഥിരമായിട്ട് മരുന്നൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും.
മുത്തശ്ശി എങ്ങനെ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണോ? പാടാണ്, പക്ഷെ നിർബന്ധിച്ച കഴിച്ചോളൂ. നിർബന്ധിച്ച് കഴിപ്പിക്കണം. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഡോക്ടർ. പിന്നെ മിസ്റ്റർ വരുൺ, ആ. മുത്തശ്ശി പുറമേ വലിയ ധൈര്യം കാണിക്കുന്ന ആളാണ്. അതവരുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഉള്ളിന്റെ ഉള്ളില് അവർക്ക് പൊതിഞ്ഞു പിടിച്ച കുറെ സങ്കടങ്ങളുണ്ട്. അത് ഈ ഫാമിലിയെ കുറിച്ച് തന്നെയാവും. പക്ഷേ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. മെന്റൽ ഷോക്കുകൾ ഉണ്ടാവാൻ എളുപ്പമാണ്. എന്താ പ്രശ്നമെന്നറിയോ? എല്ലാവരിൽ നിന്നും കുറെ സ്നേഹം എക്സ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോ പെട്ടെന്നങ്ങ് വല്ലാതാവും. എനിവേ, കുറച്ചു കാലത്തേക്ക് ഈ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ ഒന്ന് നീക്കി നിർത്താൻ ശ്രമിക്കണം. ചെയ്യാൻ ഡോക്ടർ. ഓക്കെ. മുത്തശ്ശി ഇപ്പം ഞങ്ങളുടെ കൂടെ, അവിടെ യാതൊരു പ്രശ്നമില്ല. ശരിയാണ്. താങ്ക് യു. ശരി. മീനാക്ഷിക്കുട്ടിയെ, ഇനിയിപ്പൊ മീനാക്ഷിക്കുട്ടി തനിയെ വാരി കഴിക്കില്ല എന്ന് തോന്നുന്നല്ലോ. മോളെന്തിനാ തനിയെ വാരി കഴിക്കുന്നേ? വാരി കൊടുക്കാനൊക്കെ ഞാനുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ, രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും ഒക്കെ കാണാൻ നല്ല ചന്തമുണ്ട് അല്ലേ? പിന്നെ അമ്മയും കുഞ്ഞെന്നൊക്കെ പറഞ്ഞാല് മനസ്സിന് സന്തോഷമുള്ള കാഴ്ചയല്ലേ? മക്കളൊക്കെ മുതിർന്നപ്പോ നമ്മളിട്ട് പോയിച്ചാലും നമ്മക്കുണ്ട് ഓർക്കാൻ ഇങ്ങനെയൊക്കെ ചിലത്. എന്താടാ? അതെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അമ്മ എനിക്ക് ഭക്ഷണം വാരി തന്നതൊക്കെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ടേ. പിന്നെ ഇപ്പോഴാ അമ്മ എനിക്ക് ഭക്ഷണം വാരി തരുന്നത് പോലെ തരുന്നത്. അന്നും മോക്ക് ഭക്ഷണം വാരി തന്നിരുന്നത് ഈ അമ്മയല്ലേ? അല്ലല്ലോ, അത് വേറെ അമ്മയാ. അല്ല, മോള് മറന്നുപോയതാ. അമ്മയാ മോക്ക് വാരി തന്നിരുന്ന. അമ്മയാ മോളെ നോക്കിയിരുന്നേ. അല്ല അമ്മേ, ഞാൻ ഇപ്പോഴല്ലേ അമ്മയെ കാണാൻ തുടങ്ങിയത്. അമ്മ ഇപ്പോഴല്ലേ എന്റെ അടുത്തേക്ക് വന്നത്, അല്ലേ മുത്തശ്ശി? ഏഞ്ചലേ, മോള് പറയണതിലും കാര്യമുണ്ട്.